അപ്പോൾ അതാ രണ്ടും കൂടെ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. തമാശയ്ക്കൊരു ചോദ്യം ഉണ്ടല്ലോ, നിങ്ങൾ ചെക്കൻ്റെ പാർട്ടിയാണോ അതോ പെണ്ണിൻ്റെ പാർട്ടിയാണോ? അതേ കറക്റ്റാണ്, നമ്മൾ ചെക്കൻ്റെ പാർട്ടി തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും റിലേറ്റീവായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആരുടെ എൻഗേജ്മെൻ്റ് ആണെന്ന് വെച്ചാൽ എൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. മോൻ്റെ വീട് വന്നിട്ട് തെങ്കര മെഴുകുംപാറയാണ്, മോളുടെ വീട് വന്നിട്ട് വെള്ളാരംകുന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ തെങ്കരയ്ക്കല്ല പോകുന്നത്, വെള്ളാരംകുന്നത്തേക്കാണ് പോകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്കറിയാലോ കറക്റ്റ് ടൈമിന് വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളൊരു സ്വഭാവം എനിക്കില്ല. അവിടെ എത്തേണ്ടത് എത്ര മണിക്കാണോ ആ സമയത്തായിരിക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുക. പക്ഷേ പതിവ് തെറ്റിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ വിജയിച്ചിരിക്കുന്നു. വേറൊന്നുമല്ല, ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ചെക്കനും കൂട്ടരും എത്തിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെക്കനും കൂട്ടരും അങ്ങനെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അതാ ഫംഗ്ഷൻ അവിടെ തകൃതിയായിട്ട് നടക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സെൽഫി എടുത്തിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും, പിന്നെ അച്ഛനും അമ്മയാണ് കേട്ടോ. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയാണ്, പിന്നെ അനിയനുമാണ് കേട്ടോ. അപ്പോൾ അവിടെ അവർ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അവരാണ്. അങ്ങനെ എന്തായാലും ഞാൻ കൂടുതൽ ഫംഗ്ഷനൊന്നും എടുത്തിട്ടില്ല, കാരണം വേറൊന്നുമില്ല, നല്ല തിരക്കുള്ളൊരു ഫംഗ്ഷനായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫംഗ്ഷൻ അങ്ങനെ കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനേക്കാൾ ഉപരി ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട് വേഗം. കുറച്ച് നേരം നമ്മളവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ വേഗം ഇറങ്ങി പുറത്തേക്ക് നിന്നു കേട്ടോ. ഒന്ന് ആ ചൂട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഒന്ന് തണുപ്പ് കിട്ടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഞാൻ കാണിച്ചു തന്നില്ലേ, ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, നല്ല ഒരു ഏരിയയാണ് കേട്ടോ. പാടവും കൃഷിയും മരങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്ന് കുറച്ച് നേരം ഒന്ന് ചൂട് മാറാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് നമ്മുടെ കസിൻ ബ്രദർ, എൻ്റെ ഒരു ഏട്ടനാണ് കേട്ടോ നിൽക്കണം. അപ്പോൾ ആളുമായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനിതാ ചൂട് സഹിക്കാതെ ഇപ്പോൾ വെള്ളം കുടിക്കാൻ തയ്ച്ച് നേരെ പോയിട്ട് വെള്ളം കുടിക്കുമായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റുള്ള വെള്ളമാണ്. അതാണ് ഞാനിപ്പോൾ അവിടെ ആക്ഷൻ കാണിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിരുദ്ധൻ കണ്ടില്ലേ, ആളെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. എന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നന്നായിട്ട് ഊക്കി വിടുകയാണ് കേട്ടോ. എൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ കളിയാക്കണതാണ്. പക്ഷേ സ്നേഹപരമായിട്ടുള്ള കളിയാക്കലാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് ആൾ പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എല്ലാവരും റിലേറ്റീവ്സാണ് കേട്ടോ. ആരെയും എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരും അവിടെയുള്ള എല്ലാവരും നമ്മുടെ റിലേറ്റീവാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും റിലേറ്റീവായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും നമ്മുടെ റിലേറ്റീവാണ്. പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് അവിടുത്തെ തിരക്ക് അതിലും അപ്പുറമായിരുന്നു. ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ദാസേട്ടൻ വന്നിട്ട് ദാസേട്ടൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും ഫുഡ് കഴിക്കാൻ കുറച്ച് നേരം ആവുമല്ലോ, എന്നാൽ നമുക്ക് വീട്ടിലൊന്ന് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ, ഫംഗ്ഷൻ നടക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ദാസേട്ടൻ്റെ റിലേറ്റീവ് ആണ് മോള്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ വരാറില്ലല്ലോ, ഇന്നിപ്പോൾ എന്തായാലും വീടിൻ്റെ തൊട്ടടുത്ത് വന്നതല്ലേ, വീട് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏട്ടൻ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയത് കേട്ടോ. എന്നിട്ട് കൊണ്ടുപോയെന്ന് മാത്രമല്ല, ഇത്രയും തിരക്കിൽ ഏട്ടൻ്റെ തൊട്ടടുത്ത വീടാണെന്ന് മാത്രമല്ല ഏട്ടൻ്റെ റിലേറ്റീവാണ്. എന്നിട്ട് പോലും ആ തിരക്കിൽ നിന്ന് ഏട്ടൻ ഞങ്ങളെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ആദ്യമായിട്ട് വന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും കഴിക്കാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വേഗം അവിടെ വീട്ടിലുണ്ടായിരുന്ന മാങ്ങ ഞങ്ങൾക്ക് ചെത്തിത്തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മാങ്ങയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതാണ് ഇപ്പോൾ ആളവിടെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, ആ മാങ്ങയെക്കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് ഏട്ടൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ്, ഏട്ടൻ നട്ട് വളർത്തിയ മാവിലെ മാങ്ങയാണ്, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏട്ടൻ ഞങ്ങൾക്കത് കട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ സത്യമാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഹരിയൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ, എന്തൊരു ടേസ്റ്റാണെന്നറിയോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ കണ്ടു, അത് വെറുതെ കാണിക്കുന്നതല്ല കേട്ടോ, അറിയാതെ നമ്മളത് കഴിക്കുന്ന സമയത്ത് ആ ടേസ്റ്റ് കൊണ്ട് ചെയ്തു പോകുന്നത് തന്നെയാണ് കേട്ടോ. പൊതുവേ ഈ ഭക്ഷണ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഫുഡിയൊന്നും അല്ല ഞാൻ, എന്നാലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനത് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വീണ്ടും 2 മാങ്ങ ചെത്തിയെടുക്കാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ സമ്മതിച്ചില്ല, ഒന്ന് മതി, കാരണം വയറ് ഇപ്പം തന്നെ നിറഞ്ഞിട്ടുണ്ട്, ഇനി അപ്പുറത്ത് പോയി നമുക്ക് ഫുഡ് കഴിക്കേണ്ടതല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു മാങ്ങയും കൂടെ കഴിച്ചു. ഏട്ടനതാ മറ്റേ മാങ്ങ നമുക്ക് എല്ലാവർക്കും കൂടെ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ പുറത്ത് ഞാൻ ആ കുഞ്ഞു പ്ലാവിൽ ചക്ക കണ്ടപ്പോൾ അത് വേഗം ഒന്ന് ഓടിച്ചെടുത്തതാണ്. പിന്നെ കണ്ടോ, ഞാനിപ്പോൾ ആ എയിം ചെയ്യുന്നത് വേറൊന്നുമല്ല, നിലത്ത് ഒരു പ്ലാവിൽ നിലത്ത് വരെ ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്ഥലം, നല്ലൊരു ഏരിയ, നമുക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലേ, മണ്ണും ആ ഒരു കാലാവസ്ഥയും ആ ഒരു വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന നല്ലൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും മാങ്ങയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇനി അപ്പുറത്തേക്ക് ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നത് ഇത് ദാസേട്ടൻ്റെ ഏട്ടനൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ ആ വീട്ടിൽ തന്നെയാണ്, അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പെൺകുട്ടിയുടെ അച്ഛനാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ കസിൻ ബ്രദറാണ്, എൻ്റെ ഒരു വലിയേട്ടനായിട്ട് വരും കേട്ടോ. വലിയേട്ടനായിട്ട് വരും കേട്ടോ എന്നല്ല, വലിയേട്ടനാണ്, ഏട്ടൻ്റെ വൈഫാണ് കേട്ടോ.
അപ്പോൾ ഏട്ടനും അതുപോലെ നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ കാര്യം പറയുമായിരുന്നു. എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ നോക്കി വെക്കാൻ പറഞ്ഞില്ലേ ആളെ വീണ്ടും നമ്മൾ കണ്ടില്ലേ, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് 4 വശത്തേക്ക് നോക്കിയിട്ട് നല്ല അടിച്ച് മിന്നിയാണ് കേട്ടോ അവിടെ. ഇത് പിന്നെ നമ്മുടെ റിലേറ്റീവാണ് ഒരു ചേച്ചി, അവരൊക്കെ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ തന്നെ നിന്നോ, ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മളും വേഗം ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഈ സമയമാകുമ്പോഴത്തേക്ക് ഏകദേശം ലാസ്റ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിരുന്നു. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപാര ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. അവിടെ എന്തൊക്കെ ആ ടേബിളിലുണ്ടോ അതെല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന രീതിയിലുള്ള ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഫംഗ്ഷനും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് വരികയാണ് കേട്ടോ. വരുന്ന വഴിക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ സ്ഥിരം കയറാറുള്ള സാധനങ്ങൾ വാങ്ങിക്കാറുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് നമ്മുടെ മനുമോന് പൊന്നൂസിന് അവർക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊണ്ടുപോകണ്ടേ. അപ്പോൾ അവർക്കുള്ള ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. ഇനി രാത്രി എന്തായാലും ഒരു സ്പെഷ്യൽ അവർക്ക് വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ. പിന്നെ ഇത് കണ്ടോ, ഇതാണ് ഹരിയേട്ടൻ എന്നെയും കൊണ്ടുള്ള ആകെ ഒരു ശല്യം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാതെ തന്നെ ഹരിയേട്ടൻ എനിക്ക് അതും വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ആയിട്ട് പാലും ഐസ്ക്രീമും പിന്നെ എൻ്റെ ആ ഒരു മിഠായിയൊക്കെ ആയിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വിശേഷമായിട്ട് കാണുന്നത് വരേക്കും bye bye.